ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിമിഷ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കടയാണ്. സോ നമുക്ക് ചക്കട ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ചക്ക കുറേ നാൾ മുമ്പ് നമ്മൾ വഴറ്റി വെച്ചാണ്. അപ്പോൾ നമ്മൾ ചക്കടയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തതെന്ന് അമ്മ പറഞ്ഞുതരും. അത് ചക്ക നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നെയ്യിൽ വരട്ടണം. നെയ്യിൽ വരട്ടിയെടുത്തതിന് ശേഷം ശർക്കരയും ഏലക്കായ്പ്പൊടിയും ചേർക്കണം. അത്രയും ചേർത്ത് വരട്ടി വെച്ചതാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ചക്ക വഴറ്റി വെച്ചത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചക്ക അടയ്ക്കകത്ത് നമ്മൾ തേങ്ങ ചെരുകി ഇത് ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അത്. നമ്മള് ചക്കയും തേങ്ങയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊരു കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അമ്മേനെ സഹായിക്കാൻ ഇവിടെ ഒരുത്ത വന്ന് അടുക്കളയിൽ വന്ന് ഇരിക്കണം കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആ കുക്കി, അല്ലേ കുക്കി? ഗൈസ്, അപ്പൊ നമ്മുടെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ചക്ക. അപ്പൊ നമുക്കിനകത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. നമ്മളിതിനകത്ത് കുറച്ചും കൂടി പൊടി ആഡ് ചെയ്തു. കാരണം ആ ഒരു കൺസിസ്റ്റൻസി അമ്മയ്ക്ക് അറിയാമല്ലോ, കുറേ നാളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടിയും പഞ്ചസാരയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി ഇതിനകത്ത് നല്ലോണം ശർക്കര ഇട്ട് നമ്മൾ വഴറ്റിയെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് തൽക്കാലം പഞ്ചസാരയുടെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലോണം ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ അത്ര മധുരം ഇഷ്ടമല്ല, അധികം മധുരം നമുക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അടയുടെ ഇത്രയും കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മളിത് വട്ടയിലക്കകത്ത് ഇട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് വട്ടയില. ഈ വട്ടയിലയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടയിലയിൽ കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ വട്ടയില. ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്തു. ഡൈജഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഈ ഇല കുറേ ഔഷധങ്ങളുണ്ട്. പണ്ടുള്ളവർ ഇതിനെ ഉപ്പില എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, കാരണം നമ്മൾ പണ്ട് ഉള്ളവർ ഉപ്പൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്ത് ഒരു പേപ്പർ പോലെ ഇതിനകത്തൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് വെച്ചത്. അപ്പോൾ ഇതിന് ഉപ്പില എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊരു 1/4 മണിക്കൂർ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. 2 hours later. നമ്മുടെ ആട വെന്ത് കഴിഞ്ഞിട്ടോ. നമുക്കിത് പ്ലേറ്റിട്ട് മാറ്റാം. നമുക്കിത് തുറന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആ ഇലയുടെ ആ ഒരു മണം വരുന്നുണ്ട്.
ഗൈസ്, അപ്പോൾ നമ്മുടെ ചക്ക ചെറിയ ചൂടോടുകൂടി നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം. പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. അടിപൊളി. നമ്മുടെ ചക്കയുടെ മണം കേട്ടിട്ട് കുക്കി വന്നേക്കാട്ടോ ഇവിടെ കഴിക്കാനായിട്ട്. നമുക്ക് കുക്കിക്ക് കുറച്ച് കൊടുത്തു നോക്കാം. ഇഷ്ടമായോ കുക്കി? ഇഷ്ടമായോ? കുക്കിക്ക് ഇഷ്ടമായി കഴിച്ചു. അതാണ് കുക്കി വാങ്ങിച്ച് കഴിക്കണം. തീർന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ചക്കട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.